ഇന്ന് മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി രാവിലെ 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാഴ്ചയാണ്. രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിലൊരു സന്തോഷം നിറയുന്ന കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവനിലെ അംഗങ്ങളാണ് എന്നത് മറ്റൊരു സവിശേഷത കൂടിയാണ്. അതായത് ഏറ്റവും സാധാരണക്കാരായ മറ്റാരുമില്ലാതെ പോയ മനുഷ്യരാണ് അവരെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരിന്റെ നായകന് കെട്ടിവയ്ക്കാനുള്ള തുക നൽകുന്നത് എന്ന സന്തോഷം നിറഞ്ഞൊരു കാര്യം കൂടി നമുക്കതിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നു. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് മുഖ്യമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, LDF രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്ന് തന്നെയാണ്. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പത്രിക സമർപ്പിക്കും, അല്ലേ? ഗുഡ് മോർണിംഗ് മനു. 2 ദിവസങ്ങളിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലയിലുണ്ട്, ധർമ്മടം മണ്ഡലത്തിലുണ്ട്. 2 ദിവസങ്ങളും വലിയ ആവേശമായിരുന്നു ധർമ്മടത്തെ LDF ക്യാമ്പിന്. മുഖ്യമന്ത്രി കണ്ണൂരിൽ എത്തിയ ഉടനെ തന്നെ നടന്ന റോഡ് ഷോയും ഇന്നലെ നടന്ന LDFന്റെ മണ്ഡലം കൺവെൻഷനും വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഇന്ന് ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസർക്ക് മുമ്പാകെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട LDF നേതാക്കൾക്കൊപ്പം എത്തിയായിരിക്കും മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം അദ്ദേഹം മലപ്പുറത്തേക്ക് പരിപാടിയിൽ പങ്കെടുക്കാനായി പോവുകയാണ്. പിന്നീട് തിരിച്ചെത്തി നാളെ പ്രചരണത്തിന് തുടക്കം കുറിക്കും. ആദ്യഘട്ടത്തിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കുന്ന തരത്തിലായിരിക്കും. പിന്നീടായിരിക്കും പൊതുപര്യടനം. മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തുടനീളം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമായിരിക്കും ധർമ്മടം മണ്ഡലത്തിൽ പ്രചരണത്തിനുണ്ടാവുക. ഇന്നലെ ഈ കൺവെൻഷനിൽ സംസാരിച്ചപ്പോഴും മുഖ്യമന്ത്രി LDF പ്രവർത്തകരോട് പറഞ്ഞ കാര്യം അതാണ്. അതായത് ഈ എല്ലാ സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ധർമ്മടം മണ്ഡലത്തിലെ പ്രചരണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വലിയ കയ്യടികളോടുകൂടിയാണ് LDF പ്രവർത്തകർ അത് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സന്തോഷ്. പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം LDFന്റെ നായകനാണ്, ക്യാപ്റ്റനാണ്. സ്വാഭാവികമായും 140 മണ്ഡലങ്ങളിലേക്ക് മുഖ്യമന്ത്രിക്ക് ഓടിയെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ധർമ്മടത്ത് മുഖ്യമന്ത്രി അങ്ങനെ അധികം നിൽക്കേണ്ട സാഹചര്യമില്ല. കാരണം അവിടെയുള്ള പ്രവർത്തകർ ഏറ്റെടുത്തത് കളറാക്കിക്കൊള്ളും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ മറുഭാഗം കൂടി ഒന്ന് പറയണ്ടേ സന്തോഷ്? മറുഭാഗത്ത് നോക്കൂ, ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ പോലെ തന്നെ 140 മണ്ഡലങ്ങളിലും ഓടിയെത്തി പ്രചരണം നടത്തേണ്ട ആളാണ് സണ്ണി ജോസഫ്. അതിന് പക്ഷേ ഇത്തവണ കരുതുന്നുണ്ടോ? കാരണം ഷൈല ടീച്ചർ വന്നതോടുകൂടി സണ്ണി ജോസഫിന് അങ്ങനെ ആ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല, പഴയ സാഹചര്യമല്ല. അതൊന്ന്. മറുഭാഗത്ത് VD സതീശനെ നോക്കൂ. സതീശനും ഈ പറയുന്നത് 140 മണ്ഡലങ്ങളിൽ എത്തേണ്ടതാണ്. സതീശനും അങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയതുപോലെ. കാരണം ടൈസൺ മാസ്റ്റർ വലിയ വെല്ലുവിളി ഉയർത്തും. ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയല്ല, ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ കാര്യങ്ങൾ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ലോക്ക് ചെയ്യപ്പെട്ടു പോകുന്നു എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. മറുഭാഗത്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകണം, നിങ്ങൾ എനിക്ക് വേണ്ടി ധർമ്മടത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ എന്ന്. തീർച്ചയായും മനു, അത് തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്നലെ ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വലിയ കയ്യടിയായിരുന്നു സദസ്സിൽ നിന്ന് ഉയർന്നത്. അതായത് ധർമ്മടത്തെ പ്രചരണം ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം തന്നെയാണ് മനു സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സണ്ണി ജോസഫ് ഇന്ന് മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുന്നു. പേരാവൂരിൽ പ്രചരണം ആരംഭിക്കുന്നതിനായി വൈകുന്നേരം റോഡ് ഷോ ഒക്കെ ഉണ്ട്. ഇത്തവണ സണ്ണി ജോസഫിന് പേരാവൂരിൽ നിന്നും മറ്റൊരിടത്തും പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നാമതായി മണ്ഡലത്തിൽ സണ്ണി ജോസഫിന്റെ കാര്യം വളരെ പരുങ്ങലിലാണ്. KK ശൈലജ ടീച്ചർ നേരത്തെ തന്നെ മണ്ഡലത്തിലെത്തി, കളം നിറഞ്ഞു കഴിഞ്ഞു. ടീച്ചർക്ക് വലിയ സ്വീകാര്യത, കേരളത്തിലെ തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു നേതാവാണ് KK ശൈലജ ടീച്ചർ. ആ ടീച്ചർ മണ്ഡലത്തിൽ പേരാവൂരിൽ എത്തിയതോടുകൂടി വലിയ ആവേശം LDFലെ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് ടീച്ചർ ഉയർത്തുന്ന വെല്ലുവിളിയെ കൂടാതെ സണ്ണി ജോസഫിന് നേരിടേണ്ടി വരുന്നത് സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി കൂടിയാണ്. മണ്ഡലത്തിൽ സുധാകരൻ പറഞ്ഞത് സണ്ണി ജോസഫിനെ പേരാവൂരിൽ തോൽപ്പിക്കും എന്നുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. സുധാകരൻ ഏതായാലും സീറ്റ് കൂടി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് 140 മണ്ഡലങ്ങളിൽ പോയിട്ട് പേരാവൂർ വിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്കും സണ്ണി ജോസഫിന് ഇത്തവണ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്ര കൊണ്ട് പ്രതിസന്ധിയിലാണ് പേരാവൂർ മണ്ഡലത്തിലെ കാര്യങ്ങൾ. ഏതായാലും LDFന്റെ കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സ്ഥലത്തും തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ തന്നെ UDFന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പേരാവൂരിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ കണ്ണൂർ, അതോടൊപ്പം തന്നെ പേരാവൂർ, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. CPM വന്നു വിട്ടവർക്ക് പിന്തുണ നൽകണമോ വേണ്ടയോ
എന്നുള്ള കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ഇപ്പോൾ ആശയക്കുഴപ്പം മാറിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും LDF കൃത്യമായും സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള തരംഗം എല്ലായിടത്തും ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി എത്ര വലിയ മുന്നേറ്റമാണ് LDF ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് അതിൽ നിന്നുകൂടി വ്യക്തമാണ്. മനു, ശരി സന്തോഷ്, അത് LDF ക്യാമ്പിലേക്കാരും ഇനി നമ്മൾ മറുഭാഗത്ത് UDF വരികയാണെങ്കിൽ എന്താണ് സന്തോഷ്, നിങ്ങളുടെ MP സീറ്റ് കൊടുക്കില്ലേ? ഇങ്ങനെ ഇന്നലെ ഉച്ചയോടെ കേട്ടു സീറ്റ് കൊടുക്കും, ഏകദേശം എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് ഉച്ചയോടെ കേട്ടു. പക്ഷേ രാത്രി വൈകി കേൾക്കുന്നു സുധാകരന് സീറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സുധാകരൻ വല്ലതുമൊക്കെ വിളിച്ചു പറയുമോ? എന്താണ് ഇപ്പോൾ സുധാകരൻ ക്യാമ്പിന്റെ നീക്കം? ഏതായാലും സുധാകരൻ ഇന്ന് പ്രതികരണത്തിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങിയെത്തും എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും അതിനു മുൻപ് ദില്ലിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആയാനുള്ള സാധ്യത തന്നെയാണ്. എല്ലാ തരത്തിലുള്ള സുധാകരൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളും പാഴായിരിക്കുകയാണ്. ഹൈക്കമാൻഡ് വഴങ്ങിയില്ല, സതീശനാണ് വിജയിച്ച് നിൽക്കുന്നത്, സുധാകരന് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ള സതീശൻ്റെ തീരുമാനമാണ് അംഗീകരിക്കപ്പെട്ടത്. വലിയ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രം ഉണ്ടായെങ്കിലും സുധാകരന് നിരാശനായി ദില്ലിയിൽ നിന്ന് മടങ്ങേണ്ടുന്ന സാഹചര്യം. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ, മുൻ മേയറായ ടി.ഒ. മോഹനന്റെ പേരാണ് അന്തിമമായി ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുധാകരന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചിരിക്കുകയാണ്. ഇനി സുധാകരൻ എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ പ്രചരണ ബോർഡിന് പുറത്തുവരെ സുധാകര അനുകൂലികൾ പോസ്റ്റർ ഒട്ടിക്കുന്ന നിലയുണ്ടായിരുന്നു. സുധാകരൻ കണ്ണൂരിലേക്ക് ഇന്നത്തെ സുധാകരന്റെ തീരുമാനവും പ്രതികരണവും അറിയാനായി കാത്തിരിക്കുകയാണ് സുധാകരന്റെ കണ്ണൂരിലെ അനുയായികൾ ഉൾപ്പെടെയുള്ളത്. ഏതായാലും കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമല്ല. സുധാകരൻ ഒരു പരിപൂർണമായ കീഴടങ്ങലിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും സുധാകരന്റെ തനി സ്വഭാവം പുറത്തെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു രീതിയിലാണ് സുധാകരൻ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി തന്നെ UDF സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മനു.